മൂന്നാർ ടൗണിൽ കാട്ടാന ഇറങ്ങി. ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാനയാണ് ഇറങ്ങിയത്. ഒരു കാറിന് കേടുപാട് വരുത്തി നാട്ടുകാരും വനപാലകരും ചേർന്ന് ആനയെ ടൗണിൽ നിന്ന് തുരത്തി. സിജോ വർഗീസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. സിജോ, ഇടുക്കിയിലും മൂന്നാറിലുമൊക്കെ ഇത് പതിവാണ് പടയപ്പ അടക്കമുള്ള കാട്ടാനകൾ ഇറങ്ങുന്നത്. ഇപ്പോൾ വയനാട്ടിലെ അവസ്ഥയും അറിയാം. അത്തരത്തിൽ കേരളത്തിൽ പലയിടങ്ങളിൽ ഇത്തരത്തിൽ ടൗണിലേക്കൊക്കെ കാട്ടാന ഇറങ്ങുകയാണ്. ഇത് മൂന്നാറിൽ എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? ഒറ്റക്കൊമ്പനെ കാട്ടിലേക്ക് തുരത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നേഹ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ മൂന്നാർ ടൗണിൽ ആളുകൾ കാണാറുള്ളത് പടയപ്പ എന്ന കാട്ടുകൊമ്പനാണ്. പക്ഷേ പുതിയൊരു ആന കൂടി മൂന്നാർ ടൗണിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാനയാണ് ടൗണിലേക്ക് എത്തിയത്. വൈകിട്ട് 8:30 മൂന്നാർ SBI ബാങ്കിന് സമീപത്താണ് ഈ ആന എത്തിയത്. വിനോദസഞ്ചാരികൾ രാത്രിയിൽ ടൗണിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയത്. അപ്പോഴാണ് ആന ടൗണിലേക്ക് വരുന്നത് കാണുന്നത്. ഈ പഞ്ചായത്ത് ഓഫീസിന് പിറവശത്തോടെയാണ് ആന ടൗണിലേക്ക് എത്തിയത്. പിന്നെ നാട്ടുകാർ ബഹളം വെച്ചതോടെ പിന്തിരിഞ്ഞോടി ആന സമീപത്ത് നിർത്തിയിരുന്ന കാർ ആക്രമിച്ചു. തുടർന്ന് വനംവകുപ്പ് വാച്ചർമാരും നാട്ടുകാരും ചേർന്ന് ആനയെ കാട്ടിലേക്ക് തുരത്തുകയായിരുന്നു. മാങ്കുളം മേഖലയിൽ നിന്ന് 2 മാസം മുമ്പ് എത്തിയ ഒറ്റക്കൊമ്പനാണ് ഈ ടൗണിലേക്ക് ഇറങ്ങിയത്. ശരി, ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.